അപ്പൊ ഇത്രയും കാര്യം ഈ ഒരു കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് ഓർത്തിരിക്കണം. ഹായ് ഓൾ. അപ്പോ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന, ഒരുപാട് അഡ്വൈസുകൾ പോകുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലെ. അപ്പോ ഗവൺമെന്റിന്, നമ്മുടെ ഗവൺമെന്റിനുള്ള വേരിയസ് കമ്പനീസ് ഉണ്ട്, ബോർഡുകൾ ഉണ്ട്, കോർപ്പറേഷനുകൾ ഉണ്ട്. ഇവയിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, അതാണ് കമ്പനി ബോർഡ് LGS എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനു മുൻപ് അവസാനമായിട്ട് ഈ ഒരു LGS തസ്തികയിലേക്കുള്ള പരീക്ഷ നടന്നത് 2021 2021 പരീക്ഷ നടന്ന് 2024 എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2024 ജനുവരിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് അല്ലെ. 2025, 26, 27. 27 എന്ത് ചെയ്യണം, ലിസ്റ്റ് കഴിയും. ലിസ്റ്റിന്റെ ആ ഒരു കാലാവധി കഴിയുമ്പോൾ പുതിയ നിയമനങ്ങൾ നടക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 27 പുതിയ ലിസ്റ്റ് വരണം അല്ലെ. 27 പുതിയ ലിസ്റ്റ് വരണം. 27 പുതിയ ലിസ്റ്റ് വരണമെങ്കിൽ 26 പരീക്ഷ നടക്കണം അല്ലെ. അപ്പൊ നമുക്ക് 2026 നമ്മുടെ പരീക്ഷ നടക്കുമെന്ന് അറിയാം. 26 പകുതിയോടുകൂടിയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ ആ ഒരു ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അതവിടെ നിൽക്കട്ടെ. അവസാന പരീക്ഷയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 2024 വന്ന റാങ്ക് ലിസ്റ്റില് 3712 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നത്. 3712 പേര് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരില് 2474 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയത് 2025 10 മാസം ഒക്ടോബർ 24 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക്, ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീടും വേറെ അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ എന്തായിരുന്നാലും ഇപ്പൊ വരെ 2025 ഒക്ടോബർ മാസം അവസാനത്തെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾക്ക് നിയമനം നൽകുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് എന്തായാലും നിങ്ങൾ അപേക്ഷിക്കുകയും, ഇനിയും നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷിക്കുകയും വേണം, പരീക്ഷ എഴുതുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 423/2025. 423/2025 കാറ്റഗറി നമ്പർ ഒന്ന് നോക്കി വെക്കണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ഡിസംബർ 3 ലാസ്റ്റ് ഡേറ്റ്. 2025 ഡിസംബർ 3 ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട. ഒരിക്കലും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കണ്ട കേട്ടോ. നേരത്തെ തന്നെ അപ്ലൈ ചെയ്തോ. ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിലും ഏകദേശം ഈ പറയുന്ന നമ്മുടെ നവംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് റഷ് ആവും. ഓക്കെ, സൈറ്റ് റഷ് ആയി തുടങ്ങും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കി നിൽക്കണ്ട. ഓക്കെ, അപേക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ അപേക്ഷിക്കാം. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, ബോർഡ്, അതിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് സർവന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ കമ്പനികളെ അനുസരിച്ചിരിക്കും കേട്ടോ. ഏത് കമ്പനിയിലേക്കാണ് നിങ്ങൾ നിയമിതരാകുന്നത് അതിനനുസരിച്ചാണ് ആ ഒരു കമ്പനി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. വേക്കൻസി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏജ് എന്ന് പറയുമ്പോൾ 18 മുതൽ 36 വരെയാണ്. 18 മുതൽ 36 വരെ അവിടെ കൃത്യമായിട്ട് വർഷം പറയുന്നുണ്ട്. 1981 1 2 അല്ലെ. അപ്പൊ 2 1 1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. 18 മുതൽ 36 വരെ. ഇനി നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു +3 ഏജ് റിലാക്സേഷൻ ഉണ്ട് അല്ലെ. ഒരു 3 വയസ്സ് കൂടി, ഏകദേശം 39 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാം എഴുതാനായിട്ടുള്ള റിലാക്സേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ അവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു 5 ഇയേഴ്സും കൂടെ കിട്ടുന്നുണ്ട് അല്ലെ. അതായത് ഒരു ഏകദേശം ഒരു 41 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അവിടെ നമ്മളിവിടെ കൃത്യമായിട്ട് ഈ ഒരു നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് SC/ST കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ യൂഷ്വൽ ഏജ് റിലാക്സേഷൻ. സാധാരണയായിട്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. 18 മുതൽ 36 വരെയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ അവിടെ ഇല്ലെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനിയാണ് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. മുൻപ് വരെ, അതായത് കഴിഞ്ഞ പരീക്ഷ വരെ ഇത് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ
അതായത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 ഓർ ഈക്വലൻ ക്വാളിഫിക്കേഷൻ, അതായത് 7ാം ക്ലാസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് LGS എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ മുൻപ് ഡിഗ്രിക്കാർക്ക് എഴുതാനായിട്ട് പറ്റില്ല. പക്ഷെ ഈ ഒരു പരീക്ഷ ഡിഗ്രി ഹോൾഡേഴ്സിന്, നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടുള്ളവരാണെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു LGS പരീക്ഷ എഴുതാം. അപ്പൊ സാധാരണയായിട്ട് LGS പരീക്ഷ ഡിഗ്രിക്കാർക്ക് എഴുതാനായിട്ട് പറ്റില്ല. പക്ഷെ കമ്പനി ബോർഡ് LGS എന്ത് ചെയ്യാം, ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഡിഗ്രി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല അവസരമാണ് കേട്ടോ. അപ്പോ പാസ് സ്റ്റാൻഡേർഡ് 7, പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 ഓർ ഈക്വലൻസ് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. പിന്നീട് ചില ബോർഡുകളിലേക്ക് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അവിടെ സൈക്ലിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് അവിടെയും ഒരു കാര്യം ഉണ്ട്, വനിതകൾക്കും അതുപോലെ തന്നെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും സൈക്ലിംഗ് ഇല്ല കേട്ടോ. വനിതകൾക്കും ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും എന്തില്ല, സൈക്ലിംഗ് ഇല്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ഈ ഒരു കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് ഓർത്തിരിക്കണം. ഓക്കെ, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അപേക്ഷിക്കാനായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സിലബസ് ഏകദേശം 80 മാർക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓർക്കണം. 20 മാർക്കിനുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 20 മാർക്ക് എന്താണ്, മാത്സ് ആണ്. അതിനുശേഷം പിന്നീട് 60 മാർക്ക്, 80 മാർക്ക് GKയിൽ 80 മാർക്കിൽ 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. ബാക്കി 60 മാർക്ക് സയൻസും അതുപോലെ തന്നെ ഹിസ്റ്ററിയും പൊളിറ്റിയൊക്കെ ഉൾപ്പെടുന്ന മറ്റ് GK വരുന്നതാണ്. അപ്പോൾ ഇതാണ് സിലബസ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് സിലബസ് നോക്കിയിട്ട് പഠിച്ചു തുടങ്ങുക. ആദ്യം പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന് ശേഷം കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി പഠിച്ച് തുടങ്ങുക കേട്ടോ. കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി പഠിച്ച് തുടങ്ങുക എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിനി മറ്റൊരു നോട്ടിഫിക്കേഷനുമായിട്ട് വീണ്ടും കാണാം.